T20 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് ആധികാരികമായി തന്നെയാണ് ഇന്ത്യ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രകടനം 16.4 ഓവറിൽ 103 റൺസിന് പൂർത്തിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിന്റെ ഇത്രമാത്രം ഒരു കീഴടങ്ങൾ പ്രതീക്ഷിച്ചില്ല സെമി ഫൈനലിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇംഗ്ലണ്ടിന്റെ ഒരു നിലവിലെ ഫോമും അവരുടെ ബാറ്റർമാരുടെ മികവും ഒക്കെ അറിയാം. പക്ഷെ അപ്പോൾ 6 ബാറ്റർമാരാണ് 2 അക്കം കാണാതെ പുറത്തായത്. ഏറ്റവും കൂടുതൽ നോട്ടൌട്ടായി നിന്ന ടോപ്ലിയും അത് 2 അക്കത്തിലേക്ക് എത്തിയില്ല. അങ്ങനെ ഒരു നിസ്സംശയം ഇന്ത്യയുടെ 172 റൺസ് വിജയലക്ഷ്യം എന്ന ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യത്തിലേക്ക് അടുത്ത ഇംഗ്ലണ്ടിന് 68 റൺസിന്റെ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ബോളർമാരുടെ മികവ് കൂടി എടുത്തു പറയണം. പ്രത്യേകിച്ച് സ്പിന്നർമാർ കുൽദീപ് യാദവും അക്സർ പട്ടേലും. കുൽദീപ് യാദവിനെ ആ ട്രാക്കിൽ നേരിടുക ഏറെക്കുറെ അസാധ്യമായിരുന്നു ഇംഗ്ലീഷ് ബാറ്റർമാർക്ക്. അക്സർ പട്ടേൽ നിർണായകമായിട്ടുള്ള വിക്കറ്റുകൾ വീഴ്ത്ത് ആ തോൽവിയുടെ ആഘാതം അത് ഇരട്ടിയാക്കുകയും ചെയ്തു. അക്സർ പട്ടേൽ വീഴ്ത്തിയ വിക്കറ്റുകളാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ചും ജോസ് ബട്ട്ലർ, അവരുടെ ക്യാപ്റ്റൻ, 23 റൺസ് എടുത്ത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോസ് ബട്ട്ലറെ പട്ടേൽ വീഴ്ത്തുന്നത്. പിന്നീട് മൊയിൻ അലി, വമ്പനടികൾക്ക് സാധ്യതയുള്ള ഒരു ഗംഭീര ഓൾറൗണ്ടർ മൊയിൻ അലിയെ 8 റൺസിന് പുറത്താക്കുന്നു അക്സർ പട്ടേൽ. പിന്നാലെ ബേർസ്റ്റോനെയും അക്സർ പട്ടേൽ റണ്ണൊന്നും എടുക്കാൻ അനുവദിക്കുന്നു തന്നെ വീഴ്ത്തുകയാണ്. അങ്ങനെ കൃത്യമായി 172 റൺസ് എന്ന ടാർഗറ്റിലേക്ക് നീങ്ങുന്ന ഇംഗ്ലണ്ടിന്റെ അടിത്തറ ഇളക്കിയത് അക്സർ പട്ടേലാണ്. അതുകൊണ്ട് തന്നെയാണ് അക്സർ പട്ടേലിന് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നൽകിയത്. പക്ഷെ അതിനുശേഷം കുൽദീപ് യാദവിന്റെ ബോളിംഗ് പ്രകടനം അത് മാസ്മരികമായിരുന്നു. മാസ്മരികമായിട്ടുള്ള ബോളിംഗ് പ്രകടനത്തിൽ ഇംഗ്ലണ്ട് അടിമുടി വീണു. ജസ്പ്രീത് ബുംറയും വിക്കറ്റ് വേട്ടയിൽ പങ്കാളിയായതോടുകൂടി 2 വിക്കറ്റ് നേട്ടവുമായി ബുംറയും ആ വിക്കറ്റ് വേട്ടയിൽ ചേർന്നതോടെ ഇംഗ്ലണ്ടിന് പിന്നെ മറുപടി ഇല്ലാത്ത സാഹചര്യമായി. ഗയാനയിൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. 160 മുകളിൽ ഒരു ടാർഗറ്റ് ഉണ്ടായാൽ തന്നെ അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ളത് മത്സരത്തിന് മുമ്പ് തന്നെ മുൻ ക്രിക്കറ്റ് താരങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ 171 എന്ന ടോട്ടലിലേക്ക് എത്തിയത്. 171 എന്ന ടോട്ടൽ ഇന്ത്യ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അവിടെ ഇന്ത്യക്ക് ഒരു ആധിപത്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യ ആശങ്കപ്പെടുത്തുന്ന ചില ഘടകങ്ങളും ഈ ജയത്തിനിടയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അത് വിരാട് കോഹ്ലിയുടെ മോശം ഫോമാണ്. വിരാട് കോഹ്ലി വീണ്ടും ഈ ടൂർണമെന്റിൽ തന്റെ മോശം ഫോം തുടരുന്നു. വിരാട് കോഹ്ലി പ്രതീക്ഷയ്ക്ക് ഉയരുമെന്ന് കരുതിയിരുന്ന സെമി ഫൈനലിൽ 9 റൺസിനാണ് കോഹ്ലി പുറത്താവുന്നത്. രോഹിത് ശർമ്മ ഹിറ്റ്മാന്റെ അതിഗംഭീര മികവാണ് ഇന്ത്യക്ക് വീണ്ടും തുണയായത്. 57 റൺസ് എടുത്ത് രോഹിത് ശർമ്മ ടോപ്പ് സ്കോററായപ്പോൾ 47 റൺസുമായി സൂര്യകുമാർ യാദവ് എന്നെ സ്കൈ എന്നാണ് വിളിക്കുക. അവിടുത്തെ ആകാശം മൂടിക്കെട്ടിയതാണെങ്കിൽ ആകാശത്തിൽ തിളങ്ങി നിന്നത് സ്കൈ ആയിരുന്നു. 47 റൺസുമായി ഈ 2 ബാറ്റർമാരുടെ പ്രകടനമാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട എന്നുള്ള മികച്ച ഒരു ടോട്ടൽ തന്നെ നൽകിയത് ആ സ്റ്റേഡിയത്തെ സംബന്ധിച്ച്. ഇനി അടുത്ത മത്സരം നടക്കേണ്ടത് ഫൈനൽ അത് ബാർബഡോസിലാണ്. ബാർബഡോസ് എന്ന് പറയുന്നത് അതായത് ബ്രിഡ്ജ്ടൗണിലെ ആ സ്റ്റേഡിയം അത് വീണ്ടും സ്പിന്നർമാർക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ കുൽദീപ് യാദവും അക്സർ പട്ടേലും തന്നെ മത്സരത്തിന്റെ ഗതി നിയന്ത്രിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് അത്രമാത്രം മികവിലേക്ക് എത്താൻ കഴിയുമോ, ഇവരെ നേരിടാൻ കഴിയുമോ എന്നുള്ളതൊക്കെ സംശയകരമാണ്. ഇനി ഇന്ത്യ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അത് ശിവൻ ദുബെയുടെ മോശം ഫോമാണ്. ശിവൻ ദുബെയും ഇതുപോലെ ഈ ടൂർണമെന്റിൽ USA-ക്കെതിരെ മാത്രമാണ് ഫോമിലേക്ക് എത്തിയത്. അതിനുശേഷം ഒരു മത്സരത്തിലും ദുബൈക്ക് പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. മറ്റൊരു ബോളിംഗ് ഓപ്ഷൻ എന്ന നിലയിൽ ദുബൈയെ ടീമിൽ നിലനിർത്തേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ക്രിക്കറ്റ് വിദഗ്ധർ ചോദിക്കുന്നത്. സഞ്ജു സാംസണിനോ യശസ്വി ജയ്സ്വാളിനോ അവസരം നൽകി ഓപ്പണിംഗിലേക്ക് അവരെ കൊണ്ടുവന്ന് വിരാട് കോഹ്ലിയെ 1 ഡൗണിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആശയം എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഈ രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിന്റെ കോച്ച് അതിനെ എത്രത്തോളം സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം എപ്പോഴും പറയും ഒരു വിന്നിംഗ് കോമ്പിനേഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരു പരിശീലകനാണ് രാഹുൽ ദ്രാവിഡ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റമുണ്ടാകുമോ എന്ന് ഫൈനലിൽ നാളെ രാത്രി 8 മണിക്ക് നടക്കുന്ന ഫൈനലിൽ അത് പ്രതീക്ഷിക്കുക അസാധ്യമാണ്.